സൂറത്തു യാസീൻ. സൂറത്തു യാസീൻ ലിമാ ഖുരിയ ലഹു. യാസീൻ സൂറത്തുർത്ത എന്തുദ്ദേശം വെച്ചിട്ട് ഓതുറാണ് അള്ളാഹു താല ആ ഉദ്ദേശത്തെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുക ചെന്നിട്ടു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ടു. ഏത് ഉദ്ദേശത്തിലോർത്ത യാസീൻ സൂറത്ത് ഓതിയുണ്ടായെങ്കിൽ ആ ഉദ്ദേശത്തെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുക ചെന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. യാസീൻ സൂറത്തുക്ക് അങ്ങനത്തെ ഒരു പവറായിട്ടിക്കര് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സൂറത്തു യാസീൻ ചൊന്നുണ്ടായെങ്കിൽ അതിനർത്ഥം എന്തിര്? യാസീൻ ഇങ്ങനത്തെ ചില കോഡ് ലെറ്റർ ഖുർആന്റെ ചൊമ്മ ജാഗയിൽ കാണാൻ നമുക്ക് സാധ്യമാവുള്ളൂ. യാവും സീനും കൂടിയിട്ടുള്ള ഒന്നു. ചില മോത്തുൽ ഖുർആനിൽ കാണ്ട് വെറും നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, വെറും നൂന് മാത്രമായിട്ട്. ചില ജാഗയിൽ അങ്ങനല്ല, വെറും അങ്ങനത്തെ ഒരു അക്ഷരം മാത്രമായിട്ട്. ചില മോത്തുലു സ്വാദ്, ചില മോത്തുലു ഇങ്ങനെ ഒരു 5 അക്ഷരം കൂടിയിട്ടുള്ളത്. അതേപോലെ സൂറത്തുൽ ബഖറത്തെ സ്റ്റാർട്ടില് അലിഫ് ലാം മീം, ഇങ്ങനെ കുറെ ഖുർആനില് കുറെ സൂറത്തിലെ സ്റ്റാർട്ടിങ്ങിൽ കുറെ കോഡ് ലെറ്റർ ഉണ്ട്. ഇവിടെ ഈ ജാഗയിലെല്ലാം ചൊമ്മത്തെ ഇമാമിങ്ങ അർത്ഥ ചൊല്ലേ അള്ളാഹു ആലം ബി മുറാദിഹി ബിദാലിക് ചൊന്നുണ്ടായെങ്കിൽ ഇതിക്ക് ഭാഷാർത്ഥപരമായിട്ട് ഒരു പദത്തുക ഒരു അർത്ഥയ്ക്കറ്. ഭാഷാർത്ഥത്തിൽ ഏതൊരു പദത്തുക്കും ഒരു അർത്ഥയ്ക്കറ്. അതേ സന്ദർഭത്തിൽ ഒരു അക്ഷരത്തെ വെച്ചിട്ട് കേട്ടിട്ടുണ്ടായെങ്കിൽ ഒരു അക്ഷരം കാട്ടിട്ട് ഇത് കേട്ടിട്ടുണ്ടായെങ്കിൽ ഇതിന് അർത്ഥ ചൊല്ലണായാറ് ആ ചൊന്ന ആലേ ആയിട്ടിക്കണം അതിനർത്ഥ ചൊല്ലണായത്. അപ്പൊ ഇവിടെ ചൊമ്മത്തെ ഇമാമിങ്ങം ചൊന്നര് അള്ളാഹു ആലം ബി മുറാദിഹി ബിദാലിക്, ഇതിന്റെ ഉദ്ദേശ പടച്ചറപ്പുക്ക് മാത്രമായിട്ടിക്കറ് ഗൊന്തുള്ളേ. ഞങ്ങൾക്ക് ആർക്കും ഇതിന്റെ ഉദ്ദേശം എന്തിരെ, ഇത് അർത്ഥം എന്തിരെ ചൊന്ന് ഞങ്ങൾ ഗൊന്തില്ല, ഇത് പടച്ചറപ്പുക്ക് മാത്രം ഗൊന്തുള്ളേ ചൊന്നിട്ടു ചൊമ്മത്തെ ഇമാമിങ് എന്താക്കിറാറ് അങ്ങനമേ ചൊന്നുവിട്ടാറ്. ഏതുപോലെ ചൊന്നുണ്ടായെങ്കിൽ ഉദാഹരണക്ക് ഇപ്പൊ ഒരു ആപ്പിൾ കാട്ടിട്ട് നിങ്ങൾക്ക് ആപ്പിൾ നിങ്ങൾ അർത്ഥമായിട്ട് ഇത് ആപ്പിൾ ചൊന്നിട്ടു. അതേ സന്ദർഭത്തിൽ നാണ് ചൊല്ലേ ഒരു എ ചൊല്ലുടെ ലെറ്റർ വെച്ചിട്ട് നാണ് ചൊല്ലേ എ, ഇതില് ഈ എ ചൊല്ലുടെ ഇതില് നന്റെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ നിങ്ങൾ അത് ചൊല്ലൊരു ചൊന്നുണ്ടായെങ്കിൽ നിങ്ങൾ എന്തും ചൊല്ലാതില്ല. പിന്നെ ഞാൻ ഉദ്ദേശിച്ച അർത്ഥ അത് ചൊല്ലണം സാധ്യ അവിടെ നക്ക് മാത്രമായിട്ടിക്കര്. അപ്പൊ അതേപോലെ ആയിട്ടിക്കര് യാസീൻ ചൊല്ലെ ഈ ഒരു പദത്തുകുള്ള അർത്ഥ പടച്ചുറപ്പുക്ക് മാത്രം കൊന്തുല്ലേ ചൊന്നിട്ടായിട്ടിക്കര്, പടച്ചുറപ്പുകായിട്ടിക്കര് അതിൽ അർത്ഥം കൊന്തുല്ലേ ചൊന്നിട്ടു യാറത്ത് ഇമാമിങ്ങം അങ്ങനെ വിട്ടുറാറ്. പിന്നെ ഇവിടെ ഒരു വിഷയം നിങ്ങൾ അർത്ഥാക്കണം. എന്തിനു ചെന്നുണ്ടായെങ്കിൽ ഇങ്ങനെ അള്ളാഹു താല ഖുർആനില് ഇങ്ങനെ കൊറിയ സൂറത്തിലെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണമെങ്കിൽ കാരണം എന്തിന്? ഇങ്ങനെ കുറെ സൂറത്തിൽ ഞാൻ ഇപ്പൊ ചൊന്നല്ലേ ഖാഫ് അല്ലുണ്ടായെങ്കിലും നൂൻ, ഇങ്ങനെ കുറെ സൂറത്തിലും ചെറിയ ചെറിയ ലെറ്റേഴ്സ് ആയിട്ട് ഉള്ളത് പാസ്കോഡ് പോലെ. അപ്പൊ ഇങ്ങനെ അള്ളാഹു താല കൊടുക്കണമെങ്കിൽ കാരണം എന്ത് ചൊന്നിട്ടു കുറെ കാരണം എന്തുണ്ടായെങ്കിലും അതിലെ ഒരു കാരണ ഖുർആന്റെ അർത്ഥ തിരിയാണ്ട് ഒരുത്ത ഖുർആൻ ഓതിയുണ്ടായെങ്കിലും അതിക്ക് കൂലുണ്ടോ ചൊന്നിട്ടായിട്ടിക്കര് ഞങ്ങൾ അർത്ഥാക്കണമെങ്കിലത് ഖുർആൻ അർത്ഥ ഗൊന്തില്ലെങ്കിൽ മാത്രല്ല കൂലി കിട്ടര്, അർത്ഥ ഗൊന്തില്ലണ്ടായെങ്കിലും എന്തിനാവോട് കൂലി കിട്ടു ചൊല്ലിക്കുള്ള ഒരു സൂചന ആയിട്ടിക്കര് ഇങ്ങനത്തെ എല്ലാം പദ. ഇനിയിപ്പോ ചിലാൽമാർ ചൊല്ലുവാറ് ഖുർആൻ അർത്ഥ ഗൊന്തില്ലാണ്ട് ഓതിയുണ്ടായെങ്കിൽ ഒരു കൂലിയും കിട്ടില്ലാണ്ടായെങ്കിൽ ഒരു കൂലിയും കിട്ടില്ലാണ്ട് ചൊല്ലുണ്ടായെങ്കിൽ അങ്ങനെ ഞങ്ങൾ തിരിച്ചിട്ട് ക്വസ്റ്റ്യൻ കേൾക്കാം. അല്ലല്ല ഖുർആനിൽ നൂൻ ചൊന്നുണ്ടായെങ്കിൽ എന്തിനാ അതിന് അർത്ഥം ചൊന്ന് കേൾക്കാം. അല്ലാണ്ടെങ്കിൽ ഖുർആനിൽ ഖാഫ് ചൊന്നിട്ടുണ്ടല്ലേ അതിനർത്ഥ ചൊല്ലുണ്ട്. അല്ലെങ്കിൽ ഖുർആനിൽ സ്വാദ് കുറെ സൂറത്തിലെ സ്റ്റാർട്ടിങ്ങിൽ സ്വാദ്, കുറെ സൂറത്തിലെ സ്റ്റാർട്ടിങ്ങിൽ കാഫ് ഹായ ഐൻ സ്വാദ് ഇങ്ങനെയുള്ള ഉണ്ടല്ലോ ഇതിന് അർത്ഥ ചൊല്ലാം. യഥാർത്ഥത്തിൽ അർത്ഥ ഗൊന്തില്ലണ്ടായെങ്കിൽ പോലും ഖുർആൻ ഓതിയുണ്ടായെങ്കിൽ ഞങ്ങൾ കൂലി കിട്ടു ചൊല്ലതായിട്ട് ഒരു സൂചന ഇതിൽ കൊണ്ട് ഇതിനങ്ങ് അർത്ഥാക്കണമെങ്കിൽ അവിടെ. പിന്നെ തദബ്ബുറുൽ മാന ഖുർആന്റെ അർത്ഥ തിങ്കാക്കിട്ട് ഓതിയുണ്ടായെങ്കിൽ പിന്നെ ആരെ കൂലി കിട്ടു അത് വേറൊരു വിഷയമായിട്ടിക്കര്. അർത്ഥ ഗൊന്തിന്നിട്ട് ഓതുമ്പത്തിൽ ആരെ കൂലി കിട്ടു. അതേ സന്ദർഭത്തിൽ അർത്ഥ ഗൊന്തിന്നിട്ട് പോലും ഗൊന്തില്ലാണ്ടായെങ്കിൽ പോലും ഖുർആൻ ഓതിയുണ്ടായെങ്കിൽ കൂലി കിട്ടു ചൊല്ലതായിട്ടിക്കര്. ഇങ്ങനത്തെ എല്ലാം കുറെ ലെറ്റേഴ്സ് ഞങ്ങൾ സൂചന ആക്കരുത്. മഹാനായ ഷെയ്ഖ് ഇബ്നു നൂറുദ്ദീൻ അയാള് ചൊല്ലു നാനൂർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവുൽ കണ്ടപ്പോ നാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ടിക
അപ്പ കേട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അൻ അസ്റാരിൽ മുതശാബിഹാത്ത് മിനൽ ഹുറൂഫ്, ഖുർആനിലുള്ള ഇങ്ങനത്തെ കുറെ ലെറ്റേഴ്സിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് അപ്പ കേട്ടെന്നാണ്. നബിയെ ഖുർആനിലെല്ലാം ഇങ്ങനത്തെ കുറെ ലെറ്റേഴ്സ് ഉണ്ടല്ലേ, ഈ ഓരോ പദത്തേത് ഖാഫ് നൂൻ ഖാഫ് ഹായ ഐൻ സ്വാദ് ഇങ്ങനെയുള്ള കുറെ ലെറ്റേഴ്സ് ഉണ്ടല്ലേ, ഇതിലെ അർത്ഥം തിരിച്ചൊന്നും കേട്ടെ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്റെ ചൊന്തന്നെ ഹിയ മിൻ അസ്റാരിൽ മുഹബ്ബത്തി ബൈനിയോ ബൈന അല്ലാഹ്, അത് നന്റെയും നന്റെ പടച്ചറബുടെ ഇടയിലുള്ള ഒരു സിറായിട്ട് ഒരു സീക്രട്ട് ആയിട്ട് ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നന്റെ ചൊന്തു. അതിൽ ചൊല്ലേ അപ്പനാണ് നബി തങ്ങളെ കേട്ടെ, അല്ല നബിയെ അതിനർത്ഥ ആർക്കെങ്കിലും ഗുന്തുണ്ടാ, ആർക്കെങ്കിലും ചൊന്നിട്ടുണ്ടെങ്കിൽ നബി തങ്ങളെ ജദ്ദ് ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതായിട്ട് ദീന് ചൊമ്മ കണക്ഷൻ ഉണ്ട്. ഒത്തബിയ മില്ലത്ത ഇബ്രാഹിം ഹനീഫ ചൊന്നിട്ട് ഖുർആൻ ചൊല്ലും. നബിയെ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദീന്റെ ഫോളോ കുറച്ചുള്ളേ ഈ ഒരു സൂചന ആയത്തും ഖുർആനിലുണ്ട്. ഞങ്ങൾ അത്തയ്യാത്തിലും അതേപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കമാ സല്ലൈത അലാ ഇബ്രാഹിമ ചൊല്ലും. അപ്പ ഈൽക്കെടുത്ത് അല്ല നബിയെ ഇതിലെല്ലാം ഇങ്ങനത്തെ കോഡ് ലെറ്ററിന്റെ അർത്ഥ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഗുന്തിക്കുക ചെന്ന് കേട്ടു. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു ലാ യത്തലിയു അലൈഹാ നബിയ്യും മുർസലുൻ വലാ മലക്കും മുഖറബ്, ഒരു നബിമാർക്കും അല്ലാഹു തആല ഇങ്ങനത്തെ ഒരു അർത്ഥം ചെന്ന് കൊടുത്തിട്ടില്ല. ഒരു മുർസലീങ്ങൾക്ക് പോലും ഒരു മലക്കുക പോലും അല്ലാഹു തആല ഇങ്ങനത്തെ ഒരു അർത്ഥം ചെന്ന് കൊടുത്തിട്ടില്ല. ചെന്നിട്ടു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അതിലേക്ക് ചെന്ന് കൊടുത്തിട്ടു. ആയെങ്കിൽ ഇതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഗൊന്തുണ്ടാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഗൊന്തുണ്ടാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങക്ക് ഇതിനർത്ഥം ഗൊന്തുണ്ടു. എന്തേ കാരണം ഗൊന്തുണ്ടാ? ഒർക്ക ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ಬಂತು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ಬಂತು ചൊന്തു കാഫ് ഹായ ഐൻ സ്വാദ്, പിന്നെ ഈ ലെറ്റേഴ്സ് ഇങ്ങനെ ഓതി കൊടുത്തു. മറിയം സൂറത്തിലെ സ്റ്റാർട്ടിങ്ങിലുള്ളത് അങ്ങനെ ഓതിട്ട് ഫലമ്മ ഖാല കാഫ്, ജിബ്രീൽ അലൈഹിസ്സലാം ആ ഓതുരെ രൂപ ചെന്ന് കൊടുത്തിട്ട് ഇങ്ങനെ കാഫ് ചെന്നിട്ട് ഓതിയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു അലിംതു നക്കുന്തൈതു ചൊന്തു കാഫ് കാഫ് ഹായ ഐൻ സ്വാദ്, ഇതിലെ കാഫ് ഓതിട്ടാകുമ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു നക്കുന്തൈതു ചൊന്തു. രണ്ടാമത് ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്താക്കിയിട്ട് ഹാ, അതിലെ ഓരോരോ മുട്ടിട്ടുള്ള പദമായിട്ടിരിക്കുക ഹാ ഹാ ചൊന്നിട്ട് ഇങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഓതുമ്പോഴത്തേക്കു അപ്പന്റെ വിധങ്ങൾ ചൊന്തു അലിംതു നക്കുന്തൈതു ചൊന്തു. മൂന്നാമത് യാ ഓതുമ്പോഴത്തേക്കു അപ്പന്റെ വിധങ്ങൾ ചൊന്തു നക്കുന്തൈതു ചൊന്തു. അതേപോലെ ഐൻ ഓതുമ്പോഴത്തേക്കും സ്വാദ് ഓതുമ്പോഴത്തേക്കും എല്ലാ ടൈമിലും നബി തങ്ങൾ ചൊന്തു നക്കുന്തൈതു ചൊന്തു നക്കുന്തൈതു ചൊന്തു. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം കേടുത്ത് കൈഫ അലിംത മാലം ആലം, നബിയെ നക്കുന്തില്ലാത്ത വിഷയം നിങ്ങൾക്ക് എങ്ങനെ ഗൊത്തായി ചെന്നിട്ടു ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭയങ്കര അതിശയത്തിൽ കേട്ടത് ചെന്നിട്ടായിട്ടിക്കര് നക്കി അതിന്റെ അർത്ഥം തിരി ചെന്ന് കുന്തില്ല നിങ്ങൾക്ക് എങ്ങനെ ഗൊത്തായിട്ട് ചെന്നിട്ടായിട്ടിക്കര് അതായിട്ടിക്കര് പടച്ചറബു പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ ആയത്ത് നമ്പർ 113 അല്ലാഹു ചൊല്ലെ വഅല്ലമക മാ ലം തകും തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ, നബി തങ്ങ ആർക്കും ഗുന്തില്ലാത്ത ഇൽമുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കൊടുത്തറാ ചെന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ ചൊല്ലെ. അപ്പൊ മൊത്തത്തില് ഇപ്പൊ ചൊന്നതിൽ അർത്ഥം തിരെ ചൊന്നുണ്ടായെങ്കിൽ മൊത്തത്തില് യാറത്തെ ഇമാമിങ്ങം ചൊല്ലുന്നതിരെ ചൊന്നുണ്ടായെങ്കിൽ യാസീൻ യാസീൻ ചൊന്നുണ്ടായെങ്കിൽ അല്ലാഹു അലം ബി മുറാദിഹി ബിദാലിക്, അതിന്റെ ഉദ്ദേശ അത് പടച്ചറബുകായിട്ടിക്കര് ഗൊന്തുല്ലേ ചൊന്നിട്ടു യാറത്തെ ഇമാമിങ്ങം ചൊന്നിട്ടുണ്ടായെങ്കിൽ ചില ഇമാമിങ്ങ യാസീനുക്ക് പിന്നെ കുറെ ഹദീസിരെ നിഗമന വെച്ചിട്ട് ചില അർത്ഥശൂന്യങ്ങൾ ഉള്ളാറ്, ചില ഹദീസിരെ നിഗമനം വെച്ചിട്ട് ചില അർത്ഥശൂന്യങ്ങൾ ഉള്ളാറ്. ഏതുപോലെ ചൊന്നുണ്ടായെങ്കിൽ ചില ഇമാമിങ്ങൾ ചൊന്നാറ് യാസീൻ ചൊന്നുണ്ടായെങ്കിൽ യാ സയ്യിദ് അൽ ബഷർ, യാ സയ്യിദ് അൽ ബഷർ, ഓ മനുഷ്യരുടെ നേതാവേ ചൊന്നിട്ടുള്ളേ. യാ സയ്യിദ് അൽ ബഷറെ ഷോർട്ട് ഫോം ആയിട്ടിക്കര് യാസീൻ ചൊന്നിട്ടും ചില ഇമാമിങ്ങൾ ചൊന്നാറ്. യാ സയ്യിദ് അൽ ബഷർ മനുഷ്യന്മാരെ നേതാവ് ചൊല്ലെ അർത്ഥ പണ്ട് ആ പദത്തെ ഷോർട്ട് ഫോം ആയിട്ടിക്കര് യാസീൻ ചൊല്ലതും ചില ഇമാമിങ്ങൾ പഠിപ്പാട്ടിയാറ്. മാത്രല്ല മഹാനായ സഈദ് ഇബ്നു ജുബൈർ ചൊല്ലു സ്വഹാബി ചൊല്ലു അത് ഇസ്മും മിൻ അസ്മാഇ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി തങ്ങളെ പേരായിട്ടിക്കര്, അത് നബി തങ്ങളെ പേരായിട്ടിക്കര്, നബി തങ്ങളെ പേരായിട്ടിക്കര് യാസീൻ ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരായിട്ടിക്കര് ചൊന്നിട്ടും അയാൾ ചൊല്ലു. കാരണം എന്താ ചൊന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു ഇന്നല്ലാഹ സമ്മാനി ബിസബഅതി അസ്മാ, അല്ലാഹു നന്റെ പേര് ഖുർആനിൽ 7 ടൈപ്പിലായിട്ട് അള്ളാഹു ഖുർആനിൽ വിളിച്ചിട്ട് നബി തങ്ങൾ ചൊല്ലെ. നബി തങ്ങളെ ഒരേ ടൈപ്പിലല്ല അള്ളാഹു ഖുർആനിൽ വിളിച്ചത്, 7 ടൈപ്പിലായിട്ട് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത്. ഒന്ന് മുഹമ്മദ്,
മുഹമ്മദ് ചൊല്ലിയ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു വിളിച്ച. രണ്ടാമത്തേത് അഹ്മദ്, അഹ്മദ് ചൊന്നിട്ട് അല്ലാഹു വിളിച്ച ഖുർആനിൽ. മൂന്നാമത്തേത് തോഹ, തോഹ ചൊല്ലിയ പേരും ഖുർആനിൽ അല്ലാഹു നബി തങ്ങളെ വിളിച്ച. നാലാമത്തേത് യാസീൻ, യാസീൻ ചൊന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച. അഞ്ചാമത്തേത് മുസ്സമ്മിൽ, മുസ്സമ്മിൽ ചൊന്നുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരായിട്ടിരിക്കും. അതേപോലെ യാ അയ്യുഹൽ മുദ്ദസ്സിർ, മുദ്ദസ്സിർ ചൊന്നുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരായിട്ടിരിക്കും. വ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് ചൊല്ലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരായിട്ടിരിക്കും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലെ ഖുർആനിൽ അല്ലാഹു തആല തന്റെ 7 പേരിൽ അല്ലാഹു തന്റെ ബിൽസിറാജ് എന്നിട്ടായിട്ടിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇമാമിങ്ങ അങ്ങനെ കിതാബിലു സ്പഷ്ടമായിട്ടും രേഖപ്പെടുത്തിപ്പിക്കാറാണ്. ഇൻഷാ അല്ലാഹ് യാസീൻ ചൊന്നെങ്കിൽ അതിനർത്ഥ യാറത്തെ ഇമാമിങ്ങം നാച്ചുന്ന എന്തിനു ചൊന്നേ അല്ലാഹു ആലം ബി മുറാദിഹി ബിദാലിക്, അതിന് അർത്ഥം അല്ലാഹുവിനെ കൊണ്ടുല്ലേ ചൊന്നിട്ട്. ചില മുഫസ്സിരീങ്ങൾ ചൊന്നാറ് യാ സയ്യിദ് അൽ ബഷർ, മനുഷ്യന്മാരുടെ നേതാവ് ചൊല്ലതിരെ ഷോർട്ട് ഫോം ആയിട്ടിക്കരും യാസീൻ ചൊല്ലത് അല്ല. യാസീൻ ചൊന്നുണ്ടെങ്കിൽ നബി തങ്ങളെ പേര് ചൊന്നിട്ടും ചില ഇമാമിങ്ങ സ്വഹാബത്തെ ചില സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരും ചൊന്നാറ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയ ഒൽ ഖുർആനിൽ ഹക്കീം, ഒൽ ഖുർആനിൽ ഹക്കീം ചൊല്ലെ വലിയ ദീർഘമായ ചർച്ചയാക്കുന്ന ഒരു വിഷയമായിട്ടിക്കരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടിട്ട് എത്രയുള്ള സയന്റിസ്റ്റുമാർ ഖുർആന്റെ മുതലു മുട്ടുമടക്കാറ് ചൊല്ലിയ വിഷയവും നല്ല ചർച്ചാപരമായ വിഷയമായിട്ടിക്കര് എന്നങ്ങ കേൾക്കൊണ്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആന്റെ ധാരാളം വിഷയം പഠിക്കണകും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണകും അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.